എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും വളരെ സന്തോഷത്തോടെ ഒരു സുപ്രഭാതം. ഞങ്ങൾ ഇന്ന് മീഡിയ കാണാനുള്ള ഒരു തീരുമാനം, ഈ പടത്തിൻ്റെ കാതലായ മ്യൂസിക്, അതിലെ സോങ്സ് ആണെങ്കിലും 24 വർഷം മുമ്പ് ചെയ്ത സോങ്സ് ഇന്നും എവർലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നു. ഇതുകൂടാതെ ആ പടത്തിനെ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ മ്യൂസിക്, റെക്കോർഡിംഗ് മ്യൂസിക് അത് ഒക്കെ ചെയ്ത മിസ്റ്റർ വിദ്യാസാഗർ, അദ്ദേഹം ഇന്ന് വൈകുന്നേരം പോവുകയാണ്. ഇന്ന് തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഇതിൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പടം ഒരു ചരിത്രം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. സാധാരണ സക്സസ് പിക്ചേഴ്സാണ് റിലീസ് ചെയ്യുക ആഫ്റ്റർ റിലീസ്. അന്ന് നിരാകരിച്ച ഈ സിനിമ ഇന്ന് ഞങ്ങൾക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ജനങ്ങളെ ഏറ്റെടുത്തു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ തിയേറ്റേഴ്സിൽ നിന്നും വലിയ നല്ല റെസ്പോൺസാണ്. ഞങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു മിസ്റ്റർ സിബി മലയിൽ സാറ്, അദ്ദേഹം ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് അതിൻ്റെ കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പറയാനുള്ള എന്തായിരുന്നു എന്നുള്ള ഒരു ആസ്പെക്ട് ഈ സിനിമ മാറ്റുകയും, അത് ഇന്നത്തെ ജനറേഷനും ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ലൈക്ക് അത് അതിൻ്റെ കളറേഷനും കാര്യങ്ങളും 4K റെസൊല്യൂഷനിലും അതേമാതിരി തന്നെ മറ്റുപടി ഇപ്പോൾ അറ്റ്മോസ് സിസ്റ്റത്തിലൊക്കെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് മാറ്റിക്കൊണ്ടു ആണ് ഞങ്ങൾ ഇത് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക് ചെയ്യേണ്ടത്, ഞാൻ ഫോക്കസ് ഫിലിംസിൻ്റെ ഉടമയായി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ തുനിഞ്ഞപ്പോൾ, ഇത്തരം സിനിമയിൽ കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു സെക്കൻഡ് ജനറേഷനിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ ഫോക്കസ് ഫിലിംസ് ഒരു എവർലാസ്റ്റിംഗ് ബാൻഡായിട്ട് ഇവിടെ നിൽക്കണം. ക്വാളിറ്റിയുള്ള സിനിമകൾ അല്ല, കുറേ പൈസകൾ മാത്രമല്ല. അത് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എൻ്റെ മകൾ ഷെർമീൻ ഫോക്കസ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ് എന്നുള്ള ഒരു ബാനറിൽ റീസ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ സഹായികളായിട്ട് മിസ്റ്റർ ബോണി, ഞങ്ങളുടെ ഡയറക്ടർ പ്രവീൺ, മറ്റു പലരും ഇതിന് ഞങ്ങളുടെ കൂടെ സഹകരിച്ചു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകളും ബോണിയും കൂടിയാണ് ഈ പറഞ്ഞ ഇതിൻ്റെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയുടെ ഈ ഇപ്പോഴത്തെ ഒരു ആസ്പെക്റ്റിലുള്ള ആ സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഞങ്ങളോട് പ്രകടിപ്പിച്ചു. ഞാൻ സിബിയായിട്ടും വിദ്യാജിയായിട്ടും എന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു ആ സമയത്തെല്ലാം വിദ്യാജിയുടെ കയ്യിൽ ഹാർമോണിയം ഉണ്ടെങ്കിൽ ഇതിലെ പാട്ടുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങളത് പാടിക്കൊണ്ടാണ് പലപ്പോഴും ഡിസ്കഷൻ ഇരിക്കുന്നത്. അപ്പം ഇത് ഞങ്ങളിൽ നിന്നും മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് എന്നുള്ളത് അത് അന്നത്തെ പ്രേക്ഷകർ നിരാകരിച്ചെങ്കിലും ഇന്നത് ഷുവറായിട്ടും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതായത് എന്താണ് ഞങ്ങളന്ന് പറയാൻ ആഗ്രഹിച്ചത് അത് ഇന്ന് ഓഡിയൻസിലേക്ക് എത്തിക്കുക. അത് എത്തിക്കാൻ പറ്റുമോ അത് സിനിമ റിലീസ് ചെയ്തിട്ട് കാണട്ടെ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് കോടിക്കളമ്പോ ഒന്നും ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാനില്ല. ഞങ്ങൾക്ക് ഇത് ഏറ്റെടുത്ത ജനം, ഇന്നത്തെ യൂത്ത്സും അന്നത്തെ ഉണ്ടായിരുന്ന മാതാപിതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് ഒരുമിച്ച് ഇരുന്ന് കണ്ടവരെന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടു. ഈ ഇതിൽ കാണാത്തവരെല്ലാം തന്നെ യങ്സ്റ്റേഴ്സും ആയിട്ടുള്ള പെൺകുട്ടികളും എല്ലാം തന്നെ അവർ വ്യക്തമായിട്ട് എന്ന് പറയുന്നു. അവർക്ക് ഒരു എവർലാസ്റ്റിംഗ് മെമ്മറി, ഒരു നല്ല കണ്ടന്റ് ഞങ്ങൾ കണ്ടു എന്ന് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആഹ്ലാദം. ഐ താങ്ക് നമ്മുടെ സിബിമലയിൽ സാർ, വിദ്യാജി, അദ്ദേഹത്തിന് അറിയാലോ, അത് നമ്മുടെ പടത്തിലൊരു ക്രൂഷ്യൽ അന്ധനായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്ത വിനീത്. അതേമാതിരി ഇവിടെ മിസ്സിംഗ് ആണ്. അദ്ദേഹം ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് കാലിക്കറ്റിൻ്റെ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച് പുള്ളി തിരിച്ചു പോയതാണ്. അദ്ദേഹം കണ്ടു. രഘുനാഥ് പരേഖി
അങ്ങനെ ധാരാളം പേര് ഞങ്ങളുടെ അന്നത്തെ ട്രാവലിലുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്ത് തുടങ്ങിയ സമയം തന്നെ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ മോഹൻലാൽ അദ്ദേഹത്തിന് ഞങ്ങളുടെ കൂടെ നിൽക്കുകയും അതേമാതിരി തന്നെ ഇതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ട്രെയിലർ റിലീസിങ് എന്ന് പറയുന്ന ഒരു കർമ്മത്തിൽ അദ്ദേഹം ഇവിടെ പ്രസൻ്റായിട്ട്, ബിക്കോസ് അത് അറിയാമല്ലോ നിങ്ങൾ, അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച് ഇവിടുന്ന് ഗുജറാത്തിലേക്ക് പോകുന്ന ഒരു ഇടവേളയിലാണ് ഞങ്ങൾക്ക് വേണ്ടി വന്ന് ഇത് ആ ഫംഗ്ഷൻ ഒരു ഗംഭീര ഫംഗ്ഷനാക്കി വരികയും ഇന്നലെ ഒക്കെയായിട്ട് ശിബിയും ഞാനും എല്ലാവരുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും അത് ഞങ്ങൾക്ക് മാക്സിമം പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്തു തരികയും അന്ന് കാണിച്ച അതേ ഉത്സാഹം ഞങ്ങളോടുകൂടി കാണിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ മീഡിയാസ്, എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങളെ ആരും പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ വലിയൊരു ലെവലിലേക്ക് വർത്താനം പറയുകയല്ല, ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്. ഞങ്ങളുടെ ഈ സംരംഭത്തിന് വളരെയധികം മീഡിയാസ് ഞങ്ങളോട് സഹകരിക്കും. അത് ഒരിക്കലും മറന്നു പറയാനൊന്നുമല്ല. നിങ്ങൾ ഈ സിനിമയുടെ ക്വാളിറ്റി മനസ്സിലാക്കി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വളരെയധികം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും മറക്കാനാവാത്ത കാര്യമാണ്. ഒരു പുതിയ പടത്തിന് എനിക്കറിയാം, ഇത്രയും വർഷം ട്രാവൽ ചെയ്ത് എനിക്കറിയാം ഒരു പുതിയ പടത്തിൻ്റെ പ്രൊമോഷൻ എന്താണ്. സോട്ട് പെയ്ഡ് പ്രൊമോഷൻസ്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് എല്ലാ മീഡിയ സുഹൃത്തുക്കളും, വലുതും ചെറുതുമായിട്ടുള്ള മീഡിയ സുഹൃത്തുക്കൾ 2 ദിവസം കൊണ്ട് 35ഓളം TV കവറേജ് ഞങ്ങളുടെ ലേസനും വർക്കായിട്ടുള്ള ശിവപ്രകാശിൻ്റെ നേതൃത്വത്തിൽ അവിടെ വരികയും 35 മണിക്കൂർ ഇൻ്റർവ്യൂസാണ് ഞങ്ങളുടെ എടുത്തത്. ഞങ്ങൾ വിളിച്ച് ക്ഷണിച്ചവരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാർ വിവരം അറിഞ്ഞു വന്നവരാണ് ഏറ്റവും കൂടുതൽ. ബിക്കോസ് ഇതിൻ്റെ ഒരു എന്താ പറയുക, എങ്ങനെ വരും എന്നുള്ള ആശയം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പം അത് കാരണം മീഡിയ സുഹൃത്തുക്കളെല്ലാം തന്നെ ഞങ്ങളുടെ എല്ലാ ടീമിൻ്റെയും പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ദെൻ ഐ ആം ഗിവിംഗ് ടു മിസ്റ്റർ സിബി ടോക്ക്. ഇല്ല, ഞങ്ങൾക്കുള്ള ഭാഗത്തല്ല, നിങ്ങളുടെ ചോദ്യങ്ങൾ വരുന്നത് അതാണ്. നിങ്ങൾ വന്നിരിക്കുമ്പോൾ ഞങ്ങളല്ല സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ളത്, നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാനുള്ളത്, ഇന്നലെ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഉണ്ടായ റെസ്പോൺസ് എല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓവർ ചെയ്തു നിങ്ങൾക്ക് ചോദിക്കാം. വിദ്യാർത്ഥി ഒന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു എന്താ പറയുക, ഒരു മൊമെന്റസ് ഒക്കേഷനാണ്. ഇതുപോലെ വേറെ ഏത് പടത്തിലും നടക്കുമോ എനിക്കറിയില്ല. പിന്നെ ഒരു അപൂർവമായ ഒരു വിഷയമാണ്. അതായത് ഞാൻ ആദ്യം എൻ്റെ അഴകിയറാണൻ തൊട്ട് വരുമ്പോൾ ആ ജനറേഷൻ അന്ന് എൻ്റെ പാട്ടുകൾ ആസ്വാദിച്ച് മനസ്സിലാക്കി എന്നോട് സ്നേഹം കാണിച്ച് ആ ജനറേഷനുണ്ട്. പിന്നെ ആ ജനറേഷൻ എന്നോട് പാട്ടുകളോടാണ് വളർന്നത്. ആ ജനറേഷൻ കടന്ന് ഇപ്പോൾ ഇന്നും അടുത്ത ജനറേഷൻ വന്നു. പിന്നെ ഈ ജനറേഷൻ കൂടി ആ പാട്ടുകൾ അത്രത്തോളം ആസ്വാദിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ സംഗീതം സത്യമാണ്. I realize that I know that music is God. For me it is God. So ഈ സത്യസന്ധമായ ഈ സംഗീതം നമുക്ക് ഓർക്കുമ്പോൾ, അതിനു വേണ്ടി നമുക്ക് ശ്രമിക്കുമ്പോഴും അതിന് കൃത്യമായിട്ട് അതിൻ്റെ പ്രതിഫലമുണ്ട്. മേ ബി ഇറ്റ് ഈസ് ഡിലേഡ് ബട്ട് ഇറ്റ് ഇസ് നെവർ ഡിനൈഡ് അല്ലേ? അപ്പോൾ ബട്ട് ഈവൻ ഈ പടം 24 years ബാക്ക് റിലീസായപ്പോഴും ഇതിലെ പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ട് എല്ലാവരും ഏറ്റെടുത്തു. അത് ഒരു ഹരമായി മാറി പോയി പോയി. പിന്നെ അപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് എടുത്തത് അതിൻ്റെ ഒരു പ്രണയഗാനങ്ങളാണ് അതിലെടുത്തത്. പിന്നെ മ്യൂസിക്കലായിട്ട് ഉള്ളത്
ഈ ജനറേഷൻ വരുമ്പോൾ ഇപ്പോൾ സമീപമായ ഒരു 5 കൊല്ലം മുമ്പായിട്ട് വരുന്ന ഈ ജനറേഷനാണ് ഈ മ്യൂസിക്കിന് ഐ തിങ്ക് ദേ ആർ മോർ റിലേറ്റിംഗ് ടു ദി മ്യൂസിക്കാലിറ്റി ഓഫ് ദി അതിലുള്ള ഡെപ്ത്. പിന്നെ എല്ലാവരും ഐ ഫൈൻഡ് സോ മച്ച് ഓഫ് മ്യൂസിക് ഇൻ കേരള. ബേസിക്കലി എവറി വൺ ഇസ് എ സിംഗർ ആൻഡ് എവറി വൺ ഇസ് എ ടാലന്റഡ് സിംഗർ. ഗോഡ് ഹസ് ബ്ലെസ്ഡ് സോ മച്ച്. സോ അവർക്ക് അതിനുடைய ഡെപ്ത് അറിഞ്ഞിട്ടാണ് അവരിപ്പോൾ അത് എന്താ പറയുക, ദേ ആർ സെലിബ്രേറ്റിംഗ് ദാറ്റ് മ്യൂസിക്. I mean, I'm very, very happy for that. I'm very, very happy to be part of the caucus unit with CBG. We have done so many beautiful films. All films were musical hits. ഇതുവരെ ഉള്ള എല്ലാ പടങ്ങളും. So, but ഇന്നലെ ഞാൻ ചെന്നൈ തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ ഞാൻ ഒറിജിനലായിട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇപ്പോൾ കാണുമ്പോൾ ഇതൊരു പുതിയ പടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റീ എഡിറ്റഡ് വേർഷൻ അല്ലെ, കംപ്ലീറ്റ് ഒറിജിനലിൻ്റെ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 30 minutes 25 minutes മേലെ റിമൂവ് ദി അൺവാണ്ടഡ് സീൻസ്. ആൻഡ് പടം കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഐ വാസ് വാച്ചിങ് ആൻ ഇംഗ്ലീഷ് ഫിലിം. അതാണ് എൻ്റെ തോന്നൽ. ആൻഡ് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് വാച്ചിങ് വിത്ത് ദി ഓഡിയൻസ്. ആൻഡ് ഈ പടത്തിൻ്റെ ക്ഷമവും ഐ തിങ്ക് ത്രൂ Caucus Media Entertainment, when she has taken up the reins from C.R. Cockerjee, now she is continuing the legacy. And this being a part of her legacy, I think it's going to do a lot of good for you, Sharma. God bless you. And we have to thank all the media for C.R.J. പറഞ്ഞതുപോലെ അത്രത്തോളം ഇരുന്ന് they have promoted the film. They have given so much of attention to the film. And of course, the pride of one of the prides of India, Sri Mohanlalji, is there in the film, who to carry it on his shoulders. And we have our viewer. And I have to mention that. അതായത് വെറും ഈണങ്ങൾ കൊണ്ട് മറ്റുമല്ല ഒരു പാട്ട്. ഈണം എത്രത്തോളം നന്നായിരുന്നു അതിന് ചേരുന്ന വരികൾ വേണം, കവിത വേണം, വാക്കുകൾ വേണം. സോ ഐ ടേക്ക് ദിസ് ഒക്കേഷൻ ടു താങ്ക് കയ്യപ്പുറംജി തിരുമേനി ഫോർ ഹിസ് എക്സലന്റ് കോൺട്രിബ്യൂഷൻ ടു ദി സോങ്സ് ഓഫ് ദി ഫിലിം. ആൻഡ് പാട്ടുകളെല്ലാം ഒരു വഴിയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ എന്തരോ മഹാനുഭാവരും നമ്മൾ ഒരു കീർത്തനം എടുത്തിട്ട് അവർ പറയുമ്പോൾ ഇത് ഇങ്ങനെ ഇത് വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഇവർ ഒരു ഇന്റർനാഷണൽ എന്താ പറയുക അക്ലൈംഡ് മ്യൂസീഷ്യനാണ് ഫ്രം ഇന്ത്യ. ആൻഡ് ദാറ്റ് ടു ഫ്രം സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് അതാണ്. ഫ്രം സൗത്ത് ഇന്ത്യ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വി ഹാവ് എ ഹംബിൾനെസ് ഇൻ അവർ ഹാർട്ട്. എത്രത്തോളം നമുക്ക് അറിവിരുന്നാലും ഐ തിങ്ക് വി ഹാവ് ടു നമ്മൾ അന്തം വിട്ട് ഒന്നും കഴിക്കരുത്. നമുക്ക് വി ഹാവ് എ ഹംബിൾനെസ്. വി സ്റ്റിൽ റെസ്പെക്ട് അവർ എൽഡേഴ്സ്. So the song should be Endaro Mahanubavu, saluting all the great legends before us, all the great masters of music. Adi eduthu cheyyumbol it was wonderful. And of course adu cheyyan uddeshichadu njananu cheythathu avananu. And that is God's presentation to our film and to my music career. So I thank God in this occasion. And നിങ്ങൾക്ക് ഏതെങ്കിലും ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ സിനിമ കണ്ടു എന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ എല്ലാവരും ഉണ്ട് സിനിമ ആണ്. 24 വർഷം മുമ്പ് ഈ സിനിമ സാറ് കണ്ടിരുന്നു. ഇന്നലെ കണ്ടപ്പോൾ ഫീലും പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് കാണുമ്പോൾ അന്നും കണ്ടിട്ടുണ്ടാവില്ല. അന്ന് തിയേറ്ററിലാണോ കണ്ടതെന്ന് എനിക്കറിയില്ല സാർ. തിയേറ്ററിലാണോ അന്ന് കണ്ടിരുന്നത്? അന്നും തിയേറ്ററിലാണ് കണ്ടത്. ഇന്നും തിയേറ്ററിലാണ്. അല്ല, അന്ന് കാണുമ്പോൾ ഇവർ എനിക്കൊരു പ്രിന്റ് അയച്ചു ഇവിടുന്ന്. ആ പ്രിന്റ് ഒന്നും കിടപ്പുണ്ട് എൻ്റെ അടുത്ത്. എൻ്റെ സ്റ്റുഡിയോയില് I still have the DTS print എന്നോടുണ്ട് എൻ്റെ സ്റ്റുഡിയോയിൽ. ഞാൻ പ്രിന്റ് ഇട്ടിട്ട് കണ്ടതാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ സൗണ്ടിലാണ് ഏറ്റവും ക്വാളിറ്റി വന്നിരിക്കുന്നത്. I have to mention നമ്മൾ അവർ ആരും മിക്സ് ചെയ്തത് സപ്ത സ്റ്റുഡിയോസ് ഹരി എന്ന് പറഞ്ഞിട്ട് ഹരിനാരായണൻ അയാൾ പ്രത്യേകമായിട്ട് ഞാൻ I have to congratulate him for the excellent audio work he has done.
ബിക്കോസ് ഇത് മൾട്ടി ട്രാക്ക് നമ്മുടെ അടുത്തല്ല. വി ഹാഡ് ഓൺലി ഇത് 5.1 മിക്സ് ആണ് ഉള്ളത്. പിന്നെ എല്ലാ ട്രാക്സും മിക്സ് ചെയ്തിട്ട് DTSന് വേണ്ടി അന്ന് ചെയ്ത ഈ 5.1 ട്രാക്സ് ആണ് നമ്മുടെ അടുത്ത് ഉള്ളത്. പിന്നെ അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിലേക്ക് അവർ മാറ്റിയത് ഇടുമ്പോൾ ക്വാളിറ്റി ഇത്രത്തോളം അത് കെടാതെ അത് ചെയ്തത് വളരെ ശ്രദ്ധയോടും he has done with very good finesse. So I congratulate Hari Narayanan on this occasion. And അല്ല അതിപ്പം 4K മാറ്റിയപ്പോൾ സാറിന് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അല്ല 4K എന്ന് പറയുന്നത് പിക്ചറിന്റെ ക്വാളിറ്റിയാണ്. അല്ല 4K മൊത്തം മാറ്റും. അതാണ് ചോദിച്ചത്. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററുള്ള പുള്ളി ഇനി 4K യാത്രയെ നടന്നിപ്പോ അന്ന് പറഞ്ഞത് സാറെങ്ങനെയാണ് അത് കാണുന്നത്? 4K ഓക്കെ. അല്ല അങ്ങനെയല്ല. പടത്തിന് എന്ത് അത്യാവശ്യം തേവയോ അതുപോലെ തന്നെ നമ്മൾ പടം ചെയ്യാറുണ്ട്. ഇപ്പൊ ഇത്രത്തോളം അഡ്വാൻസ്മെന്റ് ആയിട്ടും ചില ഇംഗ്ലീഷ് പടങ്ങൾ നമ്മൾ കാണുമ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാറുണ്ട് അവർ, അല്ലേ? 35mm ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ അതിന്റെ മാക്സിമം ഇമ്പാക്ട് ആ സ്ക്രിപ്റ്റിനെ ഏത് തരുവോ അതാണ് മീഡിയം അവർ ചൂസ് ചെയ്യുന്നത്. അത് ദാറ്റ് ഇസ് എ ഡയറക്ടേഴ്സ് കോൺസെപ്റ്റ്. അത് ഞാനൊന്നും പറയാനില്ല. പിന്നെ ഡയറക്ടറാണ് ചൂസ് ചെയ്യുന്നത് ഇത് എങ്ങനെ കാണണം അവർ ഉദ്ദേശിക്കുന്നു അതുപോലെ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് വെദർ ഇറ്റ് ഇസ് ഇൻ 4K, ഡോൾബി അറ്റ്മോസ്, 5.1, 7.1 ടവർ എല്ലാം ഇത് ഒന്നുമില്ല. സിനിമയുടെ ഒരു പരാജയം സാർ എങ്ങനെയാണ് അന്നത്തെ ദിവസം? എനിക്ക് കഴിഞ്ഞ ദിവസം സിബി സാറിന്റെ ഇന്റർവ്യൂ പറഞ്ഞു, സിബി സാർ സിനിമ വരെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അന്നത്തെ ഒരു പരാജയം കാരണം എന്ന് പറഞ്ഞു. സാർ ആ സിനിമയുടെ അന്നത്തെ ഒരു പരാജയം, നമ്മൾക്ക് അന്നും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്, തിയേറ്ററിൽ പരാജയപ്പെട്ടു. വീണ്ടും ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നുള്ള ഇതായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഫീലാണ് ഇനിയും കുറച്ചും കൂടെ വേണമായിരുന്നു തോന്നിപ്പോയി. സാർ അന്ന് ആ സിനിമ പ്രേക്ഷകരെ ഏറ്റെടുക്കാതെ സാറിന് എന്തായിരുന്നു തോന്നിയത്? അല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അധികം കണ്ടത് ഫെയിലിയേഴ്സ് ആണ്, സക്സസ് അല്ല. സോ അത് എനിക്ക് ഇറ്റ് വാസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ്. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലത്തെ പടത്തെ ഇവർ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവർ ഏറ്റെടുക്കും, ഇവർ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എൻ്റെ വിചാരം തെറ്റിപ്പോയി. പിന്നെ ദാറ്റ് വാസ് എ ഡിസപ്പോയിൻറ്റ്മെൻറ്റ്. പക്ഷേ അന്ന് ഞാൻ തമിഴിലും കുറേ പടങ്ങൾ ചെയ്യുന്നുണ്ട് ആ കാലത്തെ. സോ ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് ഓഫ് ഡിസപ്പോയിൻറ്റ്മെൻറ്റ്. ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഞാൻ ചെയ്തത് മീശ മാധവനാണ് ഇത് കഴിഞ്ഞിട്ട്. സോ ഐ ഹാഡ് സോ മെനി ഫിലിംസ് ഓൺ മൈ ഹാൻഡ്. സോ ഇവർ പറയുന്നത് പോലെ ബിക്കോസ് ഹീ പുട്ട് ഹിസ് എന്താ ഈ പടത്തിന്റെ മുമ്പോട്ട് 24 years he was working on the film. That is what CB sir told. So I mean his loss is not comparable, it is incomparable. For me இந்த படம் சரியா ஓடிட்டிല്ലെങ്കിൽ അടുത്ത പടം ഉണ്ട് നമുക്ക് ചെയ്യാൻ. അവർക്ക് അങ്ങനെ ഇല്ലല്ലോ. അവർ he has invested his life, a part of his life into the film. So it would have affected more him and എന്താ പറയുക, without monetary benefits it would have affected more the producer. You understand? The technicians because കുറേ പടങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരു പടം അങ്ങനെ ശരിയായിട്ട് ഓടിയില്ലെങ്കിലും അടുത്ത പടത്തെ അത് കവർ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സോ ഇറ്റ് ഡിഡ്ന്റ് എഫക്ട് മീ മച്ച്, ബട്ട് ഐ ഹാഡ് എ ഡിസപ്പോയിൻറ്റ്മെന്റ് ഡെഫിനറ്റ്ലി. അന്ന് മ്യൂസിക് ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവം ഉണ്ട്, അന്നത്തെ ഒരു ഓർമ്മയിലേക്ക് ഒന്ന് പോകാൻ പറ്റും സാർ? അന്ന് നിങ്ങൾ മ്യൂസിക് ചെയ്യുമ്പോൾ സിയാദക്കായിട്ടും സിബ്സാറൊക്കെ ആയിട്ട് സംസാരിക്കും. ഇന്നലെ പടം കാണുമ്പോൾ ആ ഓർമ്മയിൽ തന്നെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മൾ പൊതുവേ പടങ്ങൾ റീറെക്കോർഡിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ഇപ്പോൾ പടത്തിൻ്റെ വിഷ്വൽസും പടത്തിൻ്റെ ആ പാശ്ചാത്തലവും അതുമാണ് നമുക്ക് ഇൻസ്പയർ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നത് അതാണ്. നമ്മൾ കാണുന്ന കാഴ്ചകളും അത് എങ്ങനെ അവതരിപ്പിച്ചു. സോ യൂഷ്വലി ഒരു തമിഴ് പിക്ചറോ അല്ല ഒരു മലയാളം പിക്ചർ നമുക്ക് റീറെക്കോർഡിങ് ചെയ്യുമ്പോൾ ഒരു 6-7 ദിവസത്തിൽ തീരും റീറെക്കോർഡിങ്. ഈ പടത്തിൻ്റെ റീറെക്കോർഡിങ് ഞാൻ അന്ന് ചെയ്തത് 30 days ആണ്. അത് ഞാൻ എത്രത്തോളം ചെയ്തും ഇന്നും പടം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും എന്തോ ചെയ്യണം. ഇപ്പോൾ പല പ്രാവശ്യം ഇപ്പോൾ അതൊക്കെ മുമ്പോട്ട് ഞങ്ങൾ ചെയ്ത പടങ്ങളിൽ സിയാജിയോടെ വന്നിട്ട് ഒരു 5th day വരുമ്പോൾ അത് തീരാറാവും. ആ പടത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീരാറാവും. ആ സ്റ്റേജിൽ ആണ് അവർ വന്ന് കാണുന്നത്. അപ്പോൾ ആദ്യം തുടങ്ങിയിട്ട് പിന്നെ ഒരു 5 days കഴിഞ്ഞിട്ട് സിയാജിയോടെ വരുമ്പോൾ പടം എൻഡിൽ ഓൾമോസ്റ്റ് 33-14 ക്ലൈമാക്സ് മുമ്പോട്ടുള്ള വീലിൽ നമ്മൾ കടപ്പ്.
പക്ഷേ ഈ പടത്തിൽ അവർ 2-3 ടൈംസ് വന്നു ചെന്നൈക്ക്. 3 ടൈംസ് വരുമ്പോൾ ഇന്നും തീർന്നിട്ടില്ല, ഇന്നും ഒരു സമയം വേണമെന്ന്. പിന്നെ അവർ ഒന്നും പറഞ്ഞില്ല, ഓക്കെ ടേക്ക് യുവർ ടൈം. പിന്നെ see, that shows his confidence in me. His confidence not only in me, his confidence in the picture. ഈ പിക്ചറിനെ ഇത്രത്തോളം ഇറ്റ് ഇസ് നെസസറി. പിന്നെ അതുകൊണ്ടാണ് വിജയസാർ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു നമുക്ക് see how I don't think I can see too many producers like CRG for that matter, അല്ലേ, who support. ഒരു ടെക്നീഷ്യന് വേണ്ടിയത് അതാണ്, എനിക്കിത് വേണമെന്നുമ്പോൾ അത് തരണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അത് ഈ പടത്തിനെ ഇത്രത്തോളം എനിക്ക് ಇನ್ನೊരു 5 days വേണം. അപ്പോൾ എത്തിയെന്നിട്ടില്ലെന്ന് പറയുമ്പോൾ that was a lovely experience ആ പടം ചെയ്യുമ്പോൾ. അതിൻ്റെ ഒരു മെയിനായിട്ട് ആ പടത്തിൽ വരുന്ന ആ 7 bells എന്ന് പറയുന്ന സാധനമുണ്ടല്ലേ, അതാണ് that was the main key element. ഞാൻ പറഞ്ഞു എന്താണ് 7 bells എന്ന്, ഞാൻ എന്തോ ഉദ്ദേശിച്ചു. പിന്നെ ഒരു പടം കാണുമ്പോഴാണ് ഞാൻ കണ്ടത് അത് പിയാനോ അല്ല, ഹാർമോണിയം അല്ല, വെറുതെ ഒരു ബെൽസും അല്ല, എല്ലാം ചേർന്ന് ഒരുമിച്ച ഒരു സാധനമാണത്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഡിസൈനിങ് ഇത്രയും സമയമെടുത്തു. പിന്നെ ആ ബെല്ലോസ് വരുമ്പോൾ അത് ശ്വാസം എടുക്കുന്നത് പോലെയാണ്. അത് ബെല്ലോസ്, ഹാർമോണിയത്തിൻ്റെ ബെല്ലോസ് പോലെ പിയാനോ കീസുണ്ട്, പെഡലുണ്ട്, പിന്നെ ബെല്ലോസുണ്ട്. പിന്നെ ശ്വാസം എടുത്തിട്ട് ആ ശബ്ദം വരുന്നുണ്ട്. പിന്നെ ഈ ഓരോ ബെല്ലും നോട്ട് വായിക്കുമ്പോൾ പിന്നെ മേലോട്ട് ചെറിയ ബെൽസ് ഉണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് അത് വായിക്കും. ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ശിവസാർ ഇന്നലെ മുതൽ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ കാണുന്നത്. ഇന്നും അങ്ങനെ ചിരിച്ചിരിക്കുന്ന ശിവസാറിനാണ് എനിക്ക് വേണ്ടത് കേട്ടോ. വിദ്യാജി പറഞ്ഞത്, വിദ്യാജി ഈ മൂവിയിലേക്ക് വരുന്നത് ഇതിന് മുമ്പത്തെ വേർഷൻ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് ഈ കേട്ടു കൊച്ചി. ഇവിടെ വന്ന് ഫുൾ സ്ക്രിപ്റ്റ് കേട്ടപ്പം സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് ഏകദേശം ഒരു 6 മാസം മുമ്പേ കഥയെപ്പറ്റി നല്ല ധാരണ അദ്ദേഹത്തിനുള്ളത്. അന്ന് തൊട്ട് അദ്ദേഹം മനസ്സിലത് വർക്ക് ചെയ്ത് തുടങ്ങി കാണണം. ഈ എന്തിനോ മഹാനുഭാവരും അതിൻ്റെ ഡിസിഷൻ എടുക്കുക, കീർത്തനം തന്നെയാണെന്ന് ഡിസൈഡ് ചെയ്ത അദ്ദേഹമാണ്. അതിനുവേണ്ടി അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട് 1 മാസത്തോളം അതിൻ്റെ നൊട്ടേഷൻസ് എടുക്കാൻ തനിച്ച സമയം എടുക്കുള്ളൂ, ആ ഒരു പാട്ടിന് വേണ്ടി മാത്രം. അപ്പോൾ അദ്ദേഹം പിന്നെ ഞങ്ങളുടെ ഒരു റിലേഷൻ തുടങ്ങുന്നത് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് പ്രണയവർണ്ണ. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ സിനിമകൾക്കും എനിക്ക് ഏറ്റവും എന്താണ് മനോഹരമായ പാട്ടുകൾ തന്നതാണ്. പ്രണയവർണ്ണങ്ങൾ, സമ്മരൻ ബസേര, മുസ്താദ്, എല്ലാത്തിനും ഭയങ്കര ഗംഭീരം. അപ്പം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 4ാമത്തെ പടമാണ് ബാക്ക് ടു ബാക്ക് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല റാപ്പർ ഉണ്ടാവും. എനിക്കെന്താ വേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം എനിക്ക് എന്ത് തരും എന്നുള്ളത് എനിക്ക് അറിയാം. കൃത്യമായിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സിയാദിനും അതിനു മുമ്പ് മറവത്തുക്കറും സമരൻ ബദലവും ഒരുമിച്ച് അവർ ചെയ്തുകൊണ്ട് ഞങ്ങൾ 3 പേരും തമ്മിൽ കൃത്യമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പറയാതെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പം ഈ കഥ വന്നപ്പോൾ നമുക്ക് വേറെ ഓരോ ഓപ്ഷനും ഇല്ല. വിദ്യ ഈസ് ഗോയിങ് ടു ഡു ദിസ് മൂവി എന്നുള്ളത് ഞങ്ങൾ ഡിസൈഡ് ചെയ്തതാണ്. സോ ഈ വാസ് വെരി മച്ച് പാർട്ട് ഓഫ് ദിസ് മൂവി ഫ്രം ദ ഈവൻ ബിഫോർ വി സ്റ്റാർട്ട് ഷൂട്ടിംഗ്. അങ്ങനെ ഒരു 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 ഇൻവോൾവ്മെൻറ്റ് എല്ലാവർക്കും ഇതിനകത്തുണ്ടാകും. ഒരുപാട് പേരുടെ ഇൻപുട്സ് ഉണ്ട്. ഇപ്പം എൻ്റേതോ രഘുവിൻ്റെതോ മാത്രമല്ല, ഇതിലെ ഓരോ ടെക്നീഷ്യൻസും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ. സന്തോഷ് സിംഗിയായിരുന്നു, ഉത്തരാജായിരുന്നു, ശ്രീധർ സാറായിരുന്നു, സതീഷ്, കോസ്റ്റ്യൂംസിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായ ഇൻപുട്സ്, അവരുടെ ഏറ്റവും ബെസ്റ്റ് ഇൻപുട്സ് സിനിമയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾക്ക് മാത്രം ഇതിൻ്റെ ഒരു ക്രെഡിറ്റും അവകാശപ്പെടാനില്ല. എബവ് ഓൾ ദ പ്രൊഡ്യൂസർ. കാരണം ഒരു പ്രൊഡ്യൂസർ ധൈര്യമായിട്ട് ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് ആദ്യം പറയുകയാണ്, എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ വേണം, ഒരു കഥ കിട്ടുമോ എന്ന് ചോദിച്ചു. അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആർട്ടിസ്റ്റുകൾ പ്രശ്നമല്ല, ആക്ടർ അതൊക്കെ പിന്നീട് കഥ കൊണ്ടുവരും, കഥയ്ക്ക് പറ്റുന്ന ബാക്കി തന്നെ കൊണ്ടുവരും. അങ്ങനെ ഒരാൾ ധൈര്യമായിട്ട് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ, നമ്മളെ ഒരാൾ വിശ്വാസത്തിലെടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ലത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഇതെല്ലാം ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ ഒത്തു വന്നപ്പോൾ റിസൾട്ട് വാസ് ഡിസപ്പോയിൻറ്റിങ് അന്നത്തെ കാലത്ത്. ബട്ട് 24 വർഷങ്ങൾക്ക് ശേഷം ദിസ് ഈസ് വൺ ഓഫ് എ കൈൻഡ്. ഇങ്ങനെയൊന്നും ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, ലോക സിനിമകളിൽ ചെറുപ്പം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ എൻ്റെ അറിവിലില്ല. ഒരു പരാജയപ്പെട്ട സിനിമ ഒരു 4 നൂറ്റാണ്ടിന് ശേഷം പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നു,
അത് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അത് ഞങ്ങളാരും ഇങ്ങനൊരു സക്സസ് പ്രതീക്ഷിച്ചില്ല. ഇത് ചെയ്യുമ്പോൾ വരും ആൾക്കാർ വന്ന് കുറേയൊക്കെ കാണും, കുറച്ച് പേര് വരും, കാണും, പോകുന്നൊക്കെയാണ്. ഫസ്റ്റ് ഡേ തൊട്ട് ഇതിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. നമ്മൾ വിചാരിച്ചതിലേക്ക് എത്രയോ മുകളിലേക്കാണ് ഇത് ആൾക്കാർ ഏറ്റെടുക്കുന്നതെന്നുള്ളത്. ഇതൊന്നും ഞങ്ങളുടെ ആരുടെയും കഴിവില്ല. മുകളിലൊരാളുണ്ട്. എല്ലാം എന്താണ് നമ്മൾ ഒരിക്കലും മനുഷ്യസാധ്യമല്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ ആരുടെയും കഴിവുണ്ടെന്നില്ല. അങ്ങനെ ഒരു തോന്നൽ ഇവരുടെ ഉള്ളിലേക്ക് വരുത്തിയതാരാണെന്ന് എനിക്കറിയില്ല. ഇത് പ്രേക്ഷകരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത് ഇങ്ങനെ സ്വീകരിക്കുമ്പോഴൊന്നും നമുക്കറിയില്ല. ബട്ട് എവറിത്തിങ് കെയിം ടു പ്ലേസ്. എല്ലാം കൃത്യമായിട്ട് വന്നിരിക്കുന്നു. അത് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോട് മാത്രമാണ്. 24 വർഷത്തെ ഞങ്ങളുടെ ഒരു ട്രാവലുണ്ട് ഇതിൻ്റെ ആഗ്രഹം. അദ്ദേഹം പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം 42 വർഷത്തെ ഒരു ട്രാവലാണ്. അപ്പം സിയാദിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കഴിഞ്ഞ് 24 വർഷത്തെ നമ്മളാരും കടന്നു പോകാത്ത വലിയൊരു പ്രതികൂലങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. അതിനെല്ലാം ഞാനെപ്പോഴും പറയാനുള്ള കാര്യം, സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ടും നമ്മൾ ജോലി ചെയ്താൽ അതിന് പ്രതിഫലം ഉണ്ടാകും. അത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. സോ എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ സിനിമയെ ഞങ്ങളിലേക്ക് കൊണ്ടുവരാൻ, ഇങ്ങനൊരു സിനിമയെപ്പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഒരു പുതിയ തലമുറയാണ്. നമ്മൾ പലപ്പോഴും അവരുടെ കാഴ്ചപ്പാടുകളെ തെറ്റായി ചിന്തിക്കാൻ പലപ്പോഴും പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ സിനിമയെ കാണുകയും ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുക എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവാണ്. അവർ ഈ സിനിമയുടെ നന്മയെ തിരിച്ചറിഞ്ഞ ഈ തലമുറയാണ്. അവരോടാണ് എനിക്ക് എൻ്റെ ഈ ഒരു സ്നേഹം ഏറ്റവും കൂടുതലായിട്ട് പങ്കുവെക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും പ്രത്യേകിച്ച് നിങ്ങളോട് സിയാദ് പറഞ്ഞത് 40ഓളം ചാനലുകൾക്ക് നമ്മൾ റേഡിയോ സ്റ്റേഷൻസ്, പ്രിൻ്റ് മീഡിയ എല്ലാവരും ഞാനൊരു 4 ദിവസം 1 മണിക്ക് മുമ്പ് ഉറങ്ങിയിട്ടില്ല. വീണ്ടും രാവിലെ എഴുതിയിട്ടും ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യും. അപ്പോൾ അത്രയും മാത്രം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എല്ലാവരും ഇത് നല്ല സ്റ്റഡി ചെയ്ത് വന്നിട്ടാണ് ഇതിനെപ്പറ്റി നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് പറയാനുണ്ട്, അത് വലിയ റീച്ച് ഉണ്ടാകും സൊസൈറ്റിയിൽ. നമ്മളൊരു പത്രപരസ്യം കൊടുത്തിട്ടില്ല ഈ സിനിമയ്ക്ക്. അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരുടെ മനസ്സിലുണ്ട് നമ്മളെ ഒരു പത്രപരസ്യം ഒരു ദിവസം കണ്ട് മറന്നു പോകുന്നതാണ്. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്നത് അതിനേക്കാൾ വലിയ രീതിയിൽ ഈ സിനിമയോടുള്ള സ്നേഹം പതിഞ്ഞു കഴിഞ്ഞതാണ്. സോ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. കുറെ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ടല്ലോ. ട്രിം ചെയ്യുമ്പോൾ എങ്ങനെയാണ് സാറിന്റെ മനസ്സിൽ? ജഗതിച്ചേട്ടൻ്റെ ഒന്നും സീനൊന്നും ഇതിനകത്ത് ഇല്ല. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു സാറ് ഉൾക്കൊണ്ടത്? ജഗതിച്ചേട്ടനൊന്നും സിനിമയിൽ വേഷം ചെയ്തു. അദ്ദേഹം ഇതിനകത്ത് ഒരു സീൻ പോലും വരുന്നില്ല, ബാക്കി എല്ലാവരും വന്നു. പക്ഷെ അത് ട്രിം ചെയ്യാനുള്ള കാരണം എന്താണ്? അങ്ങനെ ഒരു സംഭവം അല്ല, നമ്മൾ ഈ മോഹൻലാൽ വന്നതോടെ അത് ഞങ്ങളുടെ തെറ്റാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. നമ്മുടെ തെറ്റെന്ന് പറയുന്നത് നമ്മളുടെ മിസ്കൺസെപ്ഷനാണ്. ഇതിനെപ്പറ്റി മോഹൻലാൽ വരുന്നിടം വരെ അങ്ങനത്തെ ഒരു ക്യാരക്ടറോ ഒന്നുമില്ല, ട്രാക്കേ ഇല്ല. മോഹൻലാൽ വന്നതോടുകൂടി അന്നത്തെ മോഹൻലാലിൻ്റെ ഒരു സ്റ്റാർഡത്തിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ സിനിമയിൽ ആക്ച്വലി നമ്മുടെ ഇപ്പോൾ പറഞ്ഞ കഥയിൽ അത്രമാത്രം ഒരു എലമെൻറ്റ്സ് ഇല്ല. മോഹൻലാൽ ഒരു സൂപ്പർ ഹീറോ ഒന്നുമില്ല. അപ്പോൾ അത്തരത്തിലൊരു ഓഡിയൻസിനെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചില എലമെൻറ്റ്സ്, ഒരു ഫൈറ്റ് സീക്വൻസ് ആദ്യം ഉണ്ടായിരുന്നു. അത് കഥയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ ഒന്ന് ഒരു പോസ്റ്റ് ചെയ്യുന്നൊരു സാധനം. അമ്പിളിച്ചേട്ടൻ്റെ ക്യാരക്ടറും ഹ്യൂമറിന് വേണ്ടി മാത്രമല്ല, അത് മെയിൻ സ്റ്റോറിയെ ഒരു ഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രാക്ക് ആയിരുന്നില്ല. പക്ഷെ അമ്പിളിച്ചേട്ടൻ അത് ഗംഭീരമായിട്ട് ചെയ്തു. ഒരുപാട് പേര് ചിരിക്കുന്നുണ്ട്. ചിലരൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട് അമ്പിളിച്ചേട്ടനെ മിസ്സിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കഥയ്ക്ക് അത് ആവശ്യമില്ല. അമ്പിളിച്ചേട്ടൻ എൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തു. എൻ്റെ ഒരുപാട് ഗംഭീരമായ കഥാപാത്രങ്ങൾ എൻ്റെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്ത ഒരു തെറ്റായ ഡിസിഷനെ ഞാനിപ്പോൾ കറക്റ്റ് ചെയ്തതാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കഥ മാത്രം പറഞ്ഞു പോവുകയാണ്. 34 മിനിറ്റാണ് ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്തത്. 2 മണിക്കൂർ 46 മിനിറ്റ് ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ 2 മണിക്കൂർ 12 മിനിറ്റാണ്. അത് ആരും അമ്പിളിച്ചേട്ടനെ മിസ്സായത് പടം കഴിയുന്നതിന് വരെ പറഞ്ഞിട്ടില്ല. പടം കഴിഞ്ഞപ്പോഴാണ് അമ്പിളിച്ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിൻ്റെ ആദ്യത്തെ ഫൈറ്റ് ആവശ്യമില്ലായിരുന്നു. രണ്ടാമതൊരു ഫൈറ്റ് ഉണ്ട്, അതും ഞാൻ
കൃത്യമായിട്ട് ഇത് എഡിറ്റ് ചെയ്യുന്ന ഇച്ചിരി ടഫാണ്. കാരണം നമ്മൾ മിക്സഡ് സൗണ്ട് ട്രാക്ക് വെച്ചിട്ട് എഡിറ്റ് മ്യൂസിക്കും ഡയലോഗും ഒക്കെ മിക്സ് ചെയ്ത് കിടക്കാം. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. മറ്റ് റീ റെക്കോർഡിങ് ട്രാക്സ് നമുക്ക് മൾട്ടിപ്പിൾ ട്രാക്സ് ഉണ്ടായിരുന്നു. ഡയലോഗുമായിട്ട് മിക്സ് ചെയ്യുന്ന പോർഷനിൽ കട്ട് ചെയ്താൽ മ്യൂസിക്കും ജമ്പാവും ഡയലോഗും ജമ്പാവും. അപ്പോൾ സൈലൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കി എന്താണ് നന്നായി ചെയ്യാൻ കഴിയും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ ചില ട്രിക്കൊക്കെ അതൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ഈ അമ്ലചേട്ടൻ്റെ സീക്വൻസ് അതുപോലെ തന്നെ കൃത്യമായിട്ട് മാറ്റാൻ കഴിയും. മോഹൻലാലിൻ്റെ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാളവണ്ടി പൊക്കുന്നത് ആ ഫൈറ്റിൻ്റെ എൻഡിൽ വരുന്ന ഷോട്ടും ആദ്യത്തെ ഷോട്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റി. അതൊക്കെ അതൊക്കെ സംഭവിച്ചു. അല്ല അങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഹ്യൂമൻലി പോസിബിൾ അല്ലാത്തൊരു കാര്യം. ദർ ഈസ് എ ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഒരു ദൈവികമായ ഇടപെടലുണ്ട്, അല്ലെങ്കിൽ സാധിക്കത്തില്ല. എങ്ങനെയാണ് കുപ്പത്തൊട്ടിയിൽ കളഞ്ഞ ഒരു സിനിമ മാണിക്യമായിട്ട് തോന്നിയിരിക്കുന്നത് അല്ലേ? അത് മനുഷ്യനെ കൊണ്ട് സാധിച്ചല്ല, ദൈവം ഇതിനായിട്ടൊരു സമയം നിശ്ചയിച്ചു. നമ്മുടെ സമയം ഇതാണ്. ഞാൻ അത് തന്നെ വിചാരിക്കുന്നത്. എന്താണ് ഈ സിനിമ 24 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. പക്ഷെ മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടെ സംഭവിച്ചിരുന്നത്. ഇങ്ങനെ പടം കാണുമ്പോൾ എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞില്ലേ, പിന്നെ അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം. ഇത് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഒരു മലയാള പടമാണ്. പിന്നെ ഇന്നലെ ഞാൻ കണ്ടത് ഒരു ഇംഗ്ലീഷ് പടമാണ്. യുനോ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു എൻ ഇംഗ്ലീഷ് ഫിലിം. അതിൽ പ്രൊട്ടാഗണിസ്റ്റ് ഉണ്ട് ഇംഗ്ലീഷ് പടങ്ങളിൽ. അത് യൂഷ്വലി ഒരു വലിയ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യും, ബട്ട് ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യും. അതിന് അൺവാണ്ടഡായിട്ട് ഒന്നും സീൻസ് വരാറില്ല. അൺവാണ്ടഡ് ഇത് യു ജസ്റ്റ് ഗോ വിത്ത് ദി സബ്ജക്ട് ദ ഹോൾ ഫിലിം. ഈ പടവും അതുപോലെ തന്നെ ഇന്ന് കാണുമ്പോൾ ഇറ്റ് വാസ് ഓൺലി ദ സബ്ജക്ട്, ദർ വാസ് നത്തിങ് എൽസ് ഫ്രം ദി ബിഗിനിങ്. ആരാണിത്, ഇതാരാണ് വായിക്കുന്നത്, ഇതാണ് ചോദ്യം. ആരോടോ എന്തോ പറയാനുണ്ട്. സോ ദി ടാഗ് ലൈൻ വാസ് ദി മെയിൻ സബ്ജക്ട്. സോ അതാണ്. സോ വെൻ ഐ സോ ദി ഫിലിം ആഫ്റ്റർ ദി re-edited version, I felt if this was the original version, അപ്പോൾ മ്യൂസിക് ഒന്നും ചിലയിടത്ത് ഞാൻ സൈലൻസ് ഇട്ടേക്കണം. There was a lot of music. ചിലയിടങ്ങളിൽ I thought it could have been silent. അതാണ് ഒരു സൈലന്റ് ഇട്ടില്ലെങ്കിൽ കട്ട് ചെയ്യാൻ നടക്കില്ലായിരുന്നു. But I mean, it was wonderful, very nice, great experience and great editing. Very nice, very nice. Jagdish sir ഉடைய complete portion മാറ്റിയെടുത്തു. ആ പട്ടികളുടെ കോമഡി ഒക്കെ എല്ലാം പോയി. ആദ്യത്തെ ഫൈറ്റും പോയി അല്ലേ? രണ്ടാമത്തെ ഫൈറ്റ് പോയി. മൂന്നാമത്തെ ഫൈറ്റ് ട്രിം ചെയ്തു. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫർഗെറ്റ് ദിസ് മലയാള ഫിലിം നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ടേക്ക് ഇറ്റ്. ഇതാണ് സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് റിലവൻ്റ് ആയിട്ടുള്ളത് മൊത്തം മുഴുവൻ പടമും അതുപോലെ തന്നെ. നമുക്ക് പാട്ട് ആവശ്യമുണ്ട് നമ്മുടെ പടങ്ങളുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ ആവശ്യമുണ്ട് ഉള്ളത് കൊണ്ടും സംഗീതം പ്രാധാന്യം ഉള്ളത് കൊണ്ടും അയാളുടെ സംഗീതജ്ഞൻ ഒരു ഇത് കൊണ്ടും നമുക്ക് മ്യൂസിക് വാസ് മോർ മ്യൂസിക് ആൻഡ് സോങ്സ്. ബട്ട് അത് ഒഴിവാക്കിയിട്ട് നമുക്ക് പാത്ത ഒരു ഇംഗ്ലീഷ് പടം കാണുന്നത് പോലെ. അതാണ് എൻ്റെ ദാറ്റ് വാസ് മൈ എക്സ്പീരിയൻസ് വെൻ ഐ വാച്ച് ദ ഫിലിം. ഇറ്റ് വാസ് ലവ്ലി. ഒരു കാര്യം കൂടെ ഉള്ളത്, എല്ലാ പടം കണ്ട ശേഷമുള്ള ഫീഡ്ബാക്കുകൾ എല്ലാവരും യുനാനിമസ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, എല്ലാ തിയേറ്ററിലും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്, പടം കഴിഞ്ഞിട്ട് ആൾക്കാർ എണീക്കുന്നില്ല, അവരിരിക്കുകയാണ്. കാരണം എന്താണ്, എന്തോരോ മഹാനുഭാവർ വീണ്ടും വരികയാണ്. ആ പാട്ട് തീർന്ന് കഴിഞ്ഞിട്ടും സൈലൻസ് തിയേറ്ററിലെ സ്ക്രീനിലെ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞിട്ടാണ് ആൾക്കാർ എണീക്കുന്നത്. ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് വെച്ചു, സാർ അത് കുറച്ചും കൂടെ അത് മുഴുവൻ കാണിക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചു. അത് ടെക്നിക്കലി നമുക്ക് ടൈറ്റിൽ എൻ്റെയും വെറുതെ മ്യൂസിക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളൊരു സെൻസേർഡ് ലെവൽ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷെ ആൾക്കാർ ചോദിക്കുന്നത് അതിനു വേണ്ടിയായിരിക്കുന്നത്. വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് ഓഫ് ദി സ്റ്റോറി തിരിച്ചു വരാൻ ആൾക്കാർ ആഗ്രഹിച്ചത് മ്യൂസിക് തന്നെയാണ്.
ബാക്കിയെല്ലാം അതിനെ കൂടെ അട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ മ്യൂസിക് അത്രയും നല്ലൊരു മ്യൂസിക് തന്ന വിദ്യാർത്ഥികൾ പേഴ്സണലായിട്ടൊന്നും പറയുന്നത് അറിയാം. വിനോദിച്ചത് നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹവും സന്തോഷവും നന്ദിയുണ്ട്. ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് സിബി സാറിന് എഡിറ്റിംഗിൽ അതേമാതിരി തന്നെ ഞങ്ങളുടെ കോട്ടയം റെസൊല്യൂഷനിൽ ഒക്കെ സഹായിച്ച ഷെൽവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഞാൻ ആ പേര് നേരത്തെ മെൻഷൻ ചെയ്യേണ്ടതായിരുന്നു. ഞങ്ങളുടെ ഫോക്കസ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു ബോണി എന്ന് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള വളരെ ചെറിയ സ്റ്റുഡിയോ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്, എന്നാൽ പുറത്തുപോയി വർക്ക് ചെയ്യുന്നുണ്ട്. കടവന്തരയിലെ വളരെ ചെറിയ ഒരു സ്ഥലത്താണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബോണിയുടെ അതേപോലെ തന്നെ ബോണിയുടെ കോൺട്രിബ്യൂഷൻ സിസ്റ്റം വരെയുണ്ട്. അപ്പോൾ ഈ ഷെൽവൻ ഡെഫിനറ്റായിട്ടും ട്രിം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷെൽവൻ പറഞ്ഞ സാറ് വരൂലേ, സാറ് വരില്ലേ? ഞാൻ പറഞ്ഞു ഡെഫിനറ്റായിട്ടും ഞങ്ങൾ ആദ്യം പടം വന്ന് കാണാം. അപ്പോൾ ഷെൽവൻ്റെ തിയേറ്ററിൽ തന്നെ ഞങ്ങൾ പടം കാണുന്നു. സിബി സാറുണ്ട്, അവസാനം പിന്നെ രഘുതാൻ കലയിലുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് എന്തുണ്ടായിരുന്നു അത് കണ്ടു. അതിനുശേഷമാണ് സിബിയും ഷെൽവനും ബോണിയും കൂടെ ഇവിടുത്തെ കട്ടിംഗ് പോയിൻ്റാണ്, ഇവിടുത്തെ ഏതൊക്കെയാണ് കട്ടിംഗ് പോയിന്റ്സ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അത് കറക്റ്റായിട്ട് ചെയ്തു. അത് ഡെഫിനറ്റായിട്ടും അത് ഒരു ആർട്ട് ഓഫ് എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ നാച്ചുറലി ഷെൽവന് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല എന്നത് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കല്യാണം കണ്ട് ഉറപ്പിക്കാൻ ഒരു സന്തോഷ വർത്തമാനമാണ്. ഈ പടം തീർന്നപ്പോഴത്തേക്കും ഈ പടത്തിൻ്റെ വർക്ക് തീർന്നതോടുകൂടി കല്യാണം ഉറപ്പിക്കാൻ നല്ല തന്നെ ശുഭമുഹൂർത്തത്തിൽ കറങ്ങി നടന്നു. ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, കല്യാണം നടക്കട്ടെ. അതെ, അപ്പോൾ അത് ഡെഫിനറ്റായിട്ടും അത് മാത്രമല്ല സപ്ത, അത് രാത്രി എന്നുള്ള പ്രശ്നമില്ല അവിടെ. ഞങ്ങൾക്കൊരു ഓപ്പൺ ഗേറ്റ് ആയിരുന്നു. അപ്പോൾ അത് ബോണിയുടെ അസോസിയേറ്റൊക്കെ രാത്രിയാണെങ്കിലും ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ സത്യം പോയവിടെ എനിക്കറിയില്ല എന്തിനൊക്കെയാണ് ഓടുന്നത്. ഓക്കെ, ഞാനിന്നലെ സിനിമ കാണുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് ആദ്യം സാധ്യമായിട്ടില്ല. അന്ന് ഇറങ്ങുന്ന സമയത്ത് ഓരോരുത്തർ ഓരോ തിയേറ്ററിലൊക്കെ കാണണം, ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്ന ഒരു ശീലമില്ല. ഇപ്പോൾ ഏതായാലും ഇതിലെ എല്ലാ പുതിയ പടങ്ങളും ഇറങ്ങുമ്പോൾ അങ്ങനെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ ആ രീതിയിൽ കാണാം. അപ്പോൾ അതിൽ ഞാൻ അഭിനയിച്ച ഒരു സിനിമ എന്നുള്ളത് ഞാൻ സിനിഫൈ എന്നുള്ള രീതിയിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ്, അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ ഇരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ എവിടെയൊക്കെ നമ്മളെ എങ്ങനെയൊക്കെ, അപ്പോൾ പല മ്യൂസിക് നോട്ട്സ് വരുമ്പോഴും ഇങ്ങനെ കാലിനടിയിൽ ഇങ്ങനെ ഒരു ഗൂസ് ബംസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഞാൻ ഇതിനകത്ത് ഭാഗമായതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇൻ്റർവെല്ലായപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് പേരുടെ അടുത്ത് വന്നിട്ടുണ്ട്, ചേട്ടാ പല സമയത്ത് ഞങ്ങളിങ്ങനെ ധരിച്ചിരിക്കുകയായിരുന്നു. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇപ്പോൾ വിദ്യാജി പറയുമ്പോഴും സിനിസാർ പറയുമ്പോഴൊക്കെ ആലോചിച്ച് നോക്കേണ്ടത് എന്തൊരു മഹാനുഭാവനം എന്നുള്ള സോങ് 300 വർഷം മുമ്പാണ് ആദ്യത്തെ കോമ്പോസിഷൻ ത്യാഗരാജ സ്വാമികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇത്രയും നൂറ്റാണ്ടുകൾ കടന്ന് ഇവിടം വരെ എത്തുമ്പോഴും രണ്ടാമത് ആ പാട്ട് വീണ്ടും സ്ക്രീനിൽ വരുമ്പോഴും പ്രേക്ഷകർ അത് കാത്തിരിക്കാൻ എഴുന്നേക്കാതെ. സിനിമയുടെ കഥയല്ല വിഷയം. ദേവദൂതനെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ കഥ നമ്മൾ നേരത്തെ അറിയുന്നതാണ്, നമ്മൾ കണ്ടതാണ്. നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നത്. ആ എക്സ്പീരിയൻസ് ആളുകളെ ഇത്രത്തോളം അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മ്യൂസിക്കലി. കാരണം ഞാൻ വിജയജി ഇന്ന് കണ്ടപ്പോഴും ഞാനതാ പറഞ്ഞത്, ആ സിനിമയിൽ പറയുന്ന മ്യൂസിക്, അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് പറയുമ്പോൾ 2 രാജാക്കന്മാർ ആ സിനിമയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേവദൂതനിൽ ആ ഡയലോഗിൽ പറയുന്ന സംഗീതത്തിന്റെ രാജാവാണ് എന്ന് പറയുന്നതിൽ ആ
ആ സിനിമയിൽ രണ്ട് രാജാക്കന്മാരുണ്ട്, ത്യാഗരാജ സ്വാമികളിൽ നിന്ന് തുടങ്ങി ആ ഒരു കോമ്പസിഷൻ. ഞാൻ തന്നെ അഭിനയിച്ച കുടുംബസമയത്തിലും എന്തൊരു മഹാനുഭാവ സോങ് ഉണ്ട്, പഞ്ചരത്ന കൃതികളിലുള്ളതാണ്. ആ സിനിമ തീരുന്നതും അവിടെയാണ്. പക്ഷെ അതിനെ ഇത്രത്തോളം എന്തൊരു മഹാനുഭാവ ഇനിയൊരു പക്ഷെ ഓർമ്മിക്കപ്പെടുന്നത് ഈ കോമ്പസിഷനിലായിരിക്കും. അപ്പോൾ പണ്ടൊരു മാസ്റ്റർ ചെയ്തു വെച്ച ഒരു സംഗീതത്തെ ഒരു ആർട്ടിൽ കൈവയ്ക്കണമെങ്കിൽ വേറൊരു മാസ്റ്ററിനെ പറ്റുള്ളൂ. ആ മാസ്റ്ററാണ് ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അതായിരുന്നു, വിദ്യാർത്ഥിയുടെ കൂടെ ഇരുന്നിട്ടുള്ള സിനിമ കാണുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ വിദ്യാർത്ഥി ഇങ്ങനെ ഈ സിനിമയുടെ എൻ്റെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥി പറഞ്ഞത് ആ സിനിമയിൽ ഞാൻ അതാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിച്ചതാണ് വീണ്ടും എന്താണ് വിദ്യാർത്ഥിക്ക് ഇന്നലെ തോന്നിയത്. അപ്പോൾ വിദ്യാർത്ഥി പറഞ്ഞത് ആ സിനിമ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി മ്യൂസിക് പോർഷനൊക്കെ എനിക്ക് ചെയ്തത് ഓർമ്മയുണ്ട്, ഞാനാണ് ചെയ്തതെന്ന് അറിയാം. പക്ഷെ അതിനകത്ത് ഒരു പർട്ടിക്കുലർ സീനിൽ അപ്പം ഞാൻ ഏത് സീനാണ് സർ? അപ്പോൾ പറഞ്ഞത് അതിനകത്ത് ഒരു ഡ്രാമ സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ലാലേട്ടൻ കയറി വന്നിട്ട് ആ പേര് മാറ്റാൻ പറയുന്നുണ്ട്. മേരി അല്ല, അവൾ മേരി അല്ല, അലീനയാണ്, അത് ആ സംഗീതത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഫ്ലൂട്ട് ബിറ്റ് വരുന്നുണ്ട്. അപ്പോഴാണ് വിദ്യാജി ഇതാരാണ് ചെയ്തത് സ്വയം ചോദിച്ചത്. അതാണ് സംഗീതത്തിന്റെ. അപ്പൊ അതാണ് അതുവരെ ആ പാട്ടിന്റെ ആ തീം വന്നിട്ടില്ല. ആ അതുവരെ വന്നിട്ടുള്ളത് അലീനാന്റെ തീമാണ്. ബിഗിനിങ് തൊട്ട് നമുക്ക് എല്ലായിടത്തും അതാണ് വരുന്നത്. അതാണ് ആദ്യമായിട്ട് വരുന്നത്. അലീനാന്ന് പറയുമ്പോഴാണ് ആ മ്യൂസിക് പോർഷൻ വന്നപ്പോഴാണ് വിദ്യാർത്ഥി തന്നെ സ്വയം ഇത് ആര് ചെയ്തു എന്നുള്ള രീതിയിൽ. അത് ഭയങ്കര എക്സൈറ്റിംഗ് അല്ലേ? അതാണ് നമ്മുടെ മ്യൂസിക്കിന്റെ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ ഒരു എർത്തിങ് ആവുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർട്ട് എപ്പോഴും അങ്ങനെയാണ്, നമ്മളതിലൊരു ചാലകമായിട്ട് നിൽക്കുന്നു, വേറെ എവിടുന്നു ഇത് വരുന്നു, നമ്മളിലൂടെ അത് വരുന്നു. അത് കൃത്യമായിട്ട് വിദ്യാർത്ഥി ഫീൽ ചെയ്യുന്നതും വിദ്യാർത്ഥി എപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പൊ അതാണ് സിനിമ തന്നൊരു എക്സ്പീരിയൻസ്. ഇപ്പൊ എന്നെ പേഴ്സണലി എനിക്ക് അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. ആളുകളും അതിനെ അങ്ങനെയാണ് കാണുന്നത്. ഈ സിനിമ ദേവദൂതൻ ഒരിക്കലും സിനിമയുടെ പരാജയം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴും അത് ട്രാവൽ ചെയ്ത് വന്നത് അതിന്റെ മ്യൂസിക്കിന്റെ എന്താ പറയുക ചിറകിലാണ്. ഈ 24 വർഷം അത് ട്രാവൽ ചെയ്ത് വന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നത്. അത് കൃത്യമായിട്ട് അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് സിയാദ്ക പറഞ്ഞ കാര്യം അതായിരുന്നു. ഇന്നലെ അന്ന് 24 വർഷം മുമ്പ് ഇറങ്ങുമ്പോൾ കേൾക്കാത്ത ഒരുപാട് ശബ്ദങ്ങൾ, അതായത് മ്യൂസിക്കലി അത് ഞാൻ കേട്ടു. ഞങ്ങൾ രണ്ടുപേരും വീണ്ടും നമുക്ക് കുറച്ചുകൂടെ സെന്ററിൽ ഇരുന്ന് കാണണം. അറ്റ്മോസ്ഫിയർ എപ്പോഴും ഫീൽ ചെയ്യുക നമ്മൾ സെന്ററിൽ ഇരിക്കുമ്പോഴാണ്. ഇന്നലെ കുറച്ച് പിറകിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ സിനിമ തന്ന ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പാർട്ട് ഫ്രം ഞാൻ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ എന്നുള്ളതിനപ്പുറത്ത് ആ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയെന്ന് അറിയാനാണ് ഞാൻ തിയേറ്ററിൽ ചേർത്തത്. അത് വാസ് അമേസിങ്. പ്രേക്ഷകർക്കും അത് കാരണം അതിനുശേഷം ഇന്നലെ രാത്രി 1:30 മണിക്കേക്ക് ദുബായിൽ നിന്ന് അവരുടെ ഷോ കഴിഞ്ഞിട്ട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു, ചേട്ടാ ഒന്ന് വീഡിയോ കോളിൽ വരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് അത്രമാത്രം ഇത് ഏറ്റെടുത്തു എന്നുള്ളത് ഭയങ്കര സർപ്രൈസിങ് ആണ്. അപ്പോൾ അത് എല്ലാവർക്കും അതാണ് സന്തോഷം. അപ്പാർട്ട് ഫ്രം നമ്മളിതൊരു 100 കോടി ക്ലബിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ സിനിമയല്ലല്ലോ. ഈ സിനിമ ഒരു അനുഭവമാണ്. ഞങ്ങൾ അന്ന് എടുത്തൊരു പെയിൻ ഉണ്ട്. ആ പെയിൻ ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമായി തരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. അത് വെരി ഹാപ്പി വിത്ത്. ഞാൻ അന്ന് അത് കാണുമ്പോൾ നമ്മൾ ഈ എന്റെ അനുഭവത്തിൽ എനിക്കൊരു ഓർമ്മയില്ല. നമ്മൾ ഈ പണ്ട് പഠിച്ച സ്കൂള് നമ്മുടെ ഉള്ളിൽ വലിയ സ്കൂളാണ്. അപ്പൊ അത് പിന്നെ കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ പോയി നോക്കുമ്പോൾ അത് ഭയങ്കര ചെറിയ സ്കൂളായിട്ട് തോന്നും. അതുപോലെ അന്ന് ആ പട്ടിയുടെ സീനൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്കത് ഭയങ്കര സീനായിരുന്നു അന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ. ഇന്ന് കാണുമ്പോൾ ഇത് ഇങ്ങനെയായിരുന്നല്ലേ, അതിൽ നിന്ന് മാറി നിന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ചെറിയ മോൾ എൻ്റെ മടിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അവള് പേടിക്കും വിചാരിച്ചിട്ട് അവളെ കണ്ണിങ്ങനെ പൊത്തി പിടിക്കുന്നത്. അപ്പൊ അവൾ കൈമാറ്റം കാണട്ടെ. അപ്പൊ അവിടെ വളരെ കൂളായിട്ട് കണ്ടു. അപ്പോൾ ആ രീതിയിൽ എനിക്ക് അങ്ങനെയും ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. പക്ഷെ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു. സിയാദ്കയുടെ ഒരു പരാജയം എന്ന് പറഞ്ഞ സാമ്പത്തിക പരാജയം ഉണ്ടായ സിനിമയാണ് 24 വർഷം മുമ്പ്. ഇപ്പം അത് വീണ്ടും സാമ്പത്തിക വിജയത്തിലേക്ക് പോകുന്നു. ഇനി ഇപ്പൊ നേരത്തെ പറഞ്ഞു പുതുതലമുറ മോളെ ഉൾപ്പെടെ ഇതിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇത്തരം ഒരു സിനിമ ഇനി സിബി സാറും വിദ്യാജിയൊക്കെ ചേർന്ന് മോളെ കൊണ്ടൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറിച്ച് ആലോചന തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ചിന്തനെ ഞാൻ പറയാനൊരിക്കലും എന്ന് സിബിയും ഞാനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അന്നിട്ടുള്ള സൗഹൃദം, വിദ്യാർത്ഥിയായിട്ടുള്ള സൗഹൃദം വന്നു. അങ്ങനെ ഒരു കോമ്പിനേഷൻ. അതായത് ഇതൊക്കെ നേരത്തെ സിബി പറഞ്ഞ മാതിരി ദൈവനിശ്ചയമാണ്. സിനിമയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. റിലേഷൻഷിപ്പ് 24 വർഷമായിട്ട് ഞങ്ങൾ അതേമാതിരി വിദ്യയിക്കുന്നത്. ചിരിച്ച മുഖത്തോടു കൂടിയാണ് വിദ്യാജി പറഞ്ഞത്. എൻ്റെ ചിരിച്ച മുഖം കണ്ടിട്ട് ആളുകൾ. അപ്പം
ആ സൗഹൃദം എന്തുകൊണ്ട് ഇപ്പോഴും നിൽക്കുന്നു? ഒരു സക്സസ് വന്നപ്പോൾ ഓടി എത്തിയവരല്ലേ ഇവരാരും തന്നെ ഒരു സക്സസ് ഉണ്ട്. എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ ഇതിൻ്റെ സമയത്തും എല്ലാം എനിക്ക് എന്നും താങ്ങും തളരുമായിട്ട് വരുന്നു. എനിക്ക് സിബിയുണ്ട്, രഘുവുണ്ട്, വിദ്യാജിയുണ്ട്. ഇവരൊക്കെ ഫോൺ ചെയ്യും, നെക്സ്റ്റ് പ്രോജക്റ്റ് എന്നോട് ചോദിക്കുന്ന നെക്സ്റ്റ് പ്രോജക്റ്റ് എന്നാണ്. പുള്ളിക്ക് പണിയില്ലാണ്ടല്ല. അപ്പം നാച്ചുറലി അത് നമ്മുടെ ഊർജ്ജം, ആ ഊർജ്ജമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അതേമാതിരി തന്നെ സിബി പറയുന്നത് നമ്മുടെ ദൈവം, അത് ഏത് ഭാഷയിൽ ആര് വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്ന് പറഞ്ഞാലും ഭഗവാൻ എന്ന് പറഞ്ഞാലും എന്താണെങ്കിലും അത് ഞങ്ങളുടെ മേലിൽ ബ്ലെസ്സിങ്സ് ഒക്കെ അത് ഡെഫിനിറ്റാണ്. അല്ലെങ്കിൽ ഞാൻ സർവൈവ് ചെയ്യുക. അപ്പം അത് ഡെഫിനിറ്റ്ലി. അതേമാതിരി തന്നെ ഓരോ സമയത്തും എനിക്ക് കുറേ ഫ്രണ്ട്സിനെ തരും. ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറയിൽപ്പെട്ടതാണ് മിസ്റ്റർ ബോബി, പ്രവീൺ, അങ്ങനെ ആ ശിവപ്രസാദ്, ഇപ്പം നേരത്തെ പറഞ്ഞ പേരുകളെല്ലാം. അപ്പം അവരൊക്കെ ഈ വന്നത് എൻ്റെ ഒരു കോൺഫിഡൻസും നാച്ചുറലി ആ കോൺഫിഡൻസാണ് ഇന്ന് പ്രേക്ഷകരും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം ഇന്ന് കാലത്തെ മലബാർ നോക്കുന്ന ഒരാൾ കേട്ടത് ഞാൻ സിബി സാറിൻ്റെ പേര് കാണുമ്പോൾ കൈയടിക്കുന്നു, വിദ്യാജിയുടെ പേര് കാണുമ്പോൾ കൈയടിക്കുന്നു, മോഹൻലാലിൻ്റെ പേര് കാണുമ്പോൾ കൈയടിക്കുന്നു. പക്ഷേ ഇപ്പോഴും കാലിക്കറ്റിൽ അത് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ പേര് കാണിച്ചപ്പോൾ കൈയടിച്ചു. അതെനിക്കറിയില്ല. വേറൊരു കാരണം കൂടി ഉണ്ട്. കാരണം എന്താണെന്നറിയോ, ഒരു തമിഴ് സിനിമയിൽ പറയുന്ന പോലെ ഞാൻ വീഴുവതിനെന്ത് നനത്തായോ എന്ന് വെച്ചു ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ വീഴുന്നു നിങ്ങൾ വിചാരിച്ചു. ശരിക്കും അങ്ങനെ ഒരു ഇത്രയും വലിയൊരു ലോസ് ഉണ്ടായിട്ടും സിയാദ് ഇന്നും ഇപ്പം ഈ ഇരിക്കുന്ന എല്ലാവരും ഇപ്പോഴും സിനിമയിലുണ്ട്. 24 വർഷം കഴിഞ്ഞിട്ടും സിയാദ് പടം ലാസ്റ്റ് പടം ഇറങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. ഞാനിപ്പോൾ ഒരു പടം അഭിനയിച്ച് വന്നിട്ട് അധികം സമയമായിട്ടില്ല. സിനിസാറിന്റെ പടങ്ങൾ വിദ്യാർത്ഥി ഇപ്പോഴും പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേര് സർവൈവ് ചെയ്തില്ലേ? അപ്പോൾ അത് അന്ന് പരാജയപ്പെട്ട ആളുകൾ വീണ്ടും ഒരു പ്രൊഡക്റ്റുമായിട്ട് വരുമ്പോൾ കൈയടിക്കില്ലേ? അതിനകത്ത് എന്താണ് സിയാദ് അല്ലേ? അല്ല, സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. എനിവേ വൺസ് അഗെയിൻ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും എന്നെ സംബന്ധിച്ച് ശരിക്കും സിബിയങ്ങളാണെങ്കിലും വിദ്യാസാഗർ സാറാണെങ്കിലും ലൈക്ക് ഇറ്റ്സ് മോർ ലൈക്ക് ഫാമിലി. ഞാൻ ഈ സിനിമ ദേവദൂതൻ ഷൂട്ട് നടക്കുന്ന സമയത്ത് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. സോ ആ സമയം മുതൽ അല്ലെങ്കിൽ അതിന് കുറേ മുന്നേ മുതലുള്ള യാത്ര ഇവരുടെ ഒക്കെ ഞാൻ അടുത്ത് നിന്ന് കണ്ടതാണ്. സോ ഈ ഒരു 24 years, അതായത് ഈ സിനിമ ശരിക്കും ഒരു ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചും സിബിയങ്ങളെ സംബന്ധിച്ചും എല്ലാവരും. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം അന്ന് ഇവരുടെ ബന്ധം എന്തായിരുന്നോ എന്നതിൽ വെച്ച് നോക്കുമ്പോൾ ഈ 24 വർഷം ഇവർ ഒരുമിച്ച് നിന്നാണ് അത് കംപ്ലീറ്റ് സർവൈവ് ചെയ്തത്. അതിൻ്റെ ഒരു ശക്തിയും അതിൻ്റെ ഒരു നന്മയാണ് ശരിക്കും ഇന്ന് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ രംഗങ്ങളാണെങ്കിലും പലപ്പോഴും നമ്മളായിട്ട് ആ രീതിയിൽ തന്നെ സഹകരിച്ച് എന്തും ആ ഒരു സ്നേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് തിങ് പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് 24th December 2000, അതായത് ഈ സിനിമയുടെ ഫൈനൽ പ്രിന്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് തിരിച്ച് ട്രെയിൻ കയറാണ്. അപ്പം അന്നൊക്കെ ഈ പ്രിന്റ് ആണല്ലോ. അപ്പം ഇന്നും ഈ റിലീസിന്റെ തലേ ദിവസം ആണ് പ്രിന്റ് ഒക്കെ എടുത്ത് ട്രെയിൻ കയറി ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ പപ്പയായിട്ട് ഞങ്ങൾ ട്രെയിനിൽ ഇരുന്നിങ്ങനെ സംസാരിക്കണം. പ്രിന്റൊക്കെ ആ ട്രെയിനിൽ ലോഡഡ് ആണ്, രാവിലെ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം തിയേറ്റേഴ്സിലോട്ടൊക്കെ എത്തിക്കാൻ. അപ്പോൾ പപ്പ എന്നോട് പറയുന്നുണ്ട്, നാളെ ഫ്രൈഡേ ആണ്, അപ്പോൾ ഞാൻ വരില്ല, എനിക്ക് പള്ളിയിൽ പോകണം, നിങ്ങൾ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ പടം കാണണം. പടം കണ്ടിട്ട് പപ്പ തിരിച്ചു വരുമ്പോൾ പടം ഹിറ്റാണ് എന്ന് പറയണം. പക്ഷെ അന്ന് പറയാൻ പറ്റാത്തത് 24 yearsന് ശേഷം ഞാൻ പറയാണ്, ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് ഇതുപോലെയുള്ള അസോസിയേഷൻസ് ഉണ്ടാവാനും സിബങ്ങളോടും രഘുങ്ങളോടും വിദ്യാസാഗർ സാറിനോടും പിന്നെ കൂടെ നിന്ന ലാൽ സാറ്, അനുഭവിച്ചായിട്ട് എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകം ഇപ്പൊ പറയേണ്ടത് ഫോക്കസ് മീഡിയ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇതാണെങ്കിലും എൻ്റെ ഒപ്പം എന്താ പറയുക അതിൻ്റെ താങ്ങും തണലുമായി നിൽക്കുന്ന പ്രവീൺ, ബോണി, ശിവപ്രസാദ് ഇവരോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും നിശ്ചയം പോലെ കാര്യങ്ങൾ വരും. ഞാൻ പറയാം, ഞാൻ ഇവിടെ ആരോട് പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല. സിയാദിന് വേണ്ടിയിട്ട് ഞാനും വിദ്യാസാഗറും ചേർന്നൊരു സിനിമ ഉണ്ടാവും. അത് മലയാളത്തിലൊരു പ്രധാന
നടൻ ഭാഗമാകുന്ന നടന്മാർ ഭാഗമാകുന്ന സിനിമയായിരിക്കും. മ്യൂസിക് മാത്രം പ്രധാനമുള്ളത് മ്യൂസിക്കിന് ഏറ്റവും പ്രധാനമുള്ള സിനിമയാണത്. ആ കഥ എൻ്റെ ഉണ്ട്. ഞാൻ സിയാദിൻ്റെ അടുത്ത് ഷെയർ ചെയ്യില്ല, അത് ഇപ്പം എനിക്ക് പറയാം. ഇത് റീസെൻസർ ചെയ്തുകൊണ്ടേ നമുക്കിത് അവാർഡ്സിന് ഞാൻ അയക്കാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും മ്യൂസിക്കിന്റെ എന്തായാലും ഇനി ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പറയാം. അലിപ്പിലുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും വിവാദങ്ങൾ സൃഷ്ടിക്കുകയില്ല. എന്ത് സംസാരിക്കും വിവാദവും നിങ്ങൾ ചോദിച്ചിട്ട് ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ഫോർ നാഷണൽ അവാർഡ്. ഇത് എലിജിബിളാണ്. ബിക്കോസ് റീസൺസ് നിയമങ്ങൾ എന്തായാലും എനിക്കറിയില്ല. പക്ഷേ നിയമം പൊളിച്ചെഴുതാൻ ചിലപ്പോൾ എനിക്ക് സാധിച്ചിരിക്കും. അത് ലീഗൽ വേസ് ഉണ്ട്. അതിന് ലീഗൽ വേസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ പ്രിയങ്കരനായ സുരേഷ് ഗോപിയുണ്ട്. ഞങ്ങൾക്ക് ഗവൺമെൻറ് അപ്രോച്ച് ചെയ്യാം. മറ്റു പലരും സുരേഷ് കുമാറാണെങ്കിലും എല്ലാം തന്നെ ആക്റ്റീവായിട്ട് ഗവൺമെൻറ് ഇൻഫർമേഷൻ മിനിസ്ട്രി ആയിട്ട് ബന്ധങ്ങളുള്ളവരാണ്. ചിലപ്പം അമെൻമെൻറ്റ് വരാം. അല്ലെങ്കിൽ ചിലപ്പം ലീഗലി ഞാൻ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് വിരോധം തോന്നാത്ത വിധത്തിൽ ആക്സെപ്റ്റ് ചെയ്യാം. ബിക്കോസ് ഡെഫിനറ്റ്ലി സിബി, രഘു ആൻഡ് വിദ്യാജി, ഞാൻ നോട്ട് ആസ് എ പ്രൊഡ്യൂസർ, അവർ ദേ ആർ ഡിസേർവിങ് ഇറ്റ്. ദേ ആർ ഡിസേർവിങ് ഇറ്റ്. ബിക്കോസ് സന്തോഷ് തുണ്ടിയിലൊക്കെ ചെയ്തു വെച്ചാണ് ക്യാമറ വർക്കല്ലേ. ഇന്ന് ആക്ച്വലി ഞാൻ ഈ എൻഹാൻസ്മെൻറ്റ് ഈ ചെയ്തേക്കുന്ന ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനം, സിനിമോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനം ഇന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം നാച്ചുറലി എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്ത് എല്ലാവർക്കും തന്നെ ദേ ആർ ഡിസേബിൾ. അതാണ് ദാറ്റ് ഈസ് മൈ വ്യൂ. ഡെഫിനറ്റ്ലി ഐ ഫൈറ്റ് ഫോർ അപ്രോച്ചിങ് നാഷണൽ അവാർഡ്. അല്ലാണ്ട് നിയമങ്ങൾ ഇപ്പം സേർത്ത് പറഞ്ഞ നിയമങ്ങളിലൊരു വിഷയം വരുന്നുണ്ട്. എന്തായാലും അന്ന് റിലീസ് ചെയ്ത അന്നത്തെ സെൻസസ് സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ നിയമങ്ങൾ വരുന്നുണ്ട്. ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് സേർത്ത്? ഞാനത് ലീഗലി നമുക്ക് അങ്ങനെ നിയമങ്ങളെ ചലഞ്ച് ചെയ്യാമല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ പഴയ കാലങ്ങളിൽ വ്യക്തമായിട്ട് മാറുന്നു. അപ്പോൾ അത് ലെറ്റ് us see. അപ്പോൾ നമ്മളൊരു വീരവാദം മുഴക്കി ഗവൺമെൻറ് വെല്ലുവിളിക്കുക, സെൻസർ ബോർഡിനെ വെല്ലുവിളിക്കുക, നാഷണൽ അന്ന് അതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഡെഫിനറ്റ്ലി ദെയർ വിൽ ബി വേ. ഇത്രയും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കില്ല, അതിനും വഴിയുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ ആർക്കോ എന്തോ ആരോടോ പറയാനുണ്ട്. അപ്പം അത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോടായിരുന്നു. അത് പ്രേക്ഷകർ കേട്ടു, അവർ മനസ്സിലാക്കി. അപ്പം ഞങ്ങളുടെ ഒരു കൺക്ലൂഷൻ അതാണ്. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയ നിങ്ങൾ ഓരോരുത്തരും ഇനിയും ഇതിൻ്റെ റണ്ണ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇരിക്കാം, നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ക്യാമറയൊക്കെ ഓഫാണെങ്കിൽ ഞങ്ങൾക്ക് അപ്പം സക്സസും ഫെയിലിയറും ഇന്ന് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞാൻ ഏത് സമയത്തും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെയുള്ള ഒരാഘോഷം പ്രതീക്ഷിക്കുക. ഇപ്പം അത് മാത്രമേ ഞാൻ പറയുന്നു. ഓക്കെ.